ഈ കേസ് വന്നതിന് ശേഷം പലതരത്തിലും പല രീതിയിലും കോംപ്രമൈസ് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉറപ്പായിട്ടും ഉപ്പും മുളകും ഫ്ലവേഴ്സ് ചാനലിലെ ഒരു ഫാമിലി കോമഡി സീരിയൽ എന്ന് നമുക്ക് ഈ സീരിയലിനെ വിശേഷിപ്പിക്കാം. ഞാൻ ഒരു കാലത്ത് ഈ ഒരു സീരിയലിൻ്റെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു. പ്രത്യേകിച്ച് ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു സീരിയലൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഈ സീരിയൽ സ്ഥിരമായിട്ട് അങ്ങനെ കാണാറൊന്നുമില്ല. കാരണം ആ സീരിയലിലെ പ്രധാനപ്പെട്ട 2 വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നീലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ലേഡിയും അതുപോലെ തന്നെ ബാലു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു വ്യക്തിയും ഇപ്പോൾ ആ ഒരു സീരിയലിലില്ല. കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ ഒരു നീലു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ലേഡി ഈ ബാലു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തിക്കും അതിലെ തന്നെ കുട്ടുമാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ സീരിയലിലും സിനിമയിലും ഒക്കെയുള്ള ശ്രീകുമാറിനെതിരെയും ഇവർക്ക് 2 പേർക്കെതിരെയും ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരാരും ആ ഒരു സീരിയലിലില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി ബോറാടേ. എനിക്കിപ്പോഴും ആ സീരിയൽ റണ്ണിങ് ആണ്. പക്ഷെ എനിക്ക് അത്രയ്ക്കും സ്ഥിരം പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ലാതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ട് കാണാറില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒക്കെ ഒരു എപ്പിസോഡ് യൂട്യൂബിൽ വന്നാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കും, അത്രേ ഉള്ളൂ. സ്ഥിരമായിട്ട് അങ്ങനെ കാണാൻ നമുക്ക് തോന്നുന്നില്ല. അപ്പം അതിൻ്റെ മെയിൻ കാരണം ഇവരൊന്നും അതിനകത്ത് ഇല്ലാത്തതാണ്. അപ്പോൾ ഇവരില്ലാത്തതിനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ കുറച്ച് അപ്ഡേറ്റുകൾ ഇന്നലെ ഒരു ചാനലിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടു. കൊടുത്ത കേസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ചെറിയൊരു കേസൊന്നും അല്ല. പക്ഷെ ആ കേസ് കൊടുത്ത ആൾക്ക് ഒരു വിനയായി മാറിയിട്ടുണ്ട്. അയാൾ ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്നു പല ആളുകൾ മുഖേന എന്നൊക്കെയാണ് ഇപ്പോൾ ശ്രീകുമാറിന്റെ വൈഫൊക്കെ വന്നിരുന്ന് പറയുന്നത്. എന്താണെങ്കിലും ഞാൻ ഇന്നലത്തെ ആ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ഒക്കെ തരിക. ഇനി ഓൺ ടു ദ വീഡിയോ. പിന്നെ കേസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല. അതിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ദുഃഖം എനിക്കുണ്ട്. അതല്ലെങ്കിൽ അതെ അതെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു എന്തായാലും ഒരു നിങ്ങൾക്കൊരു ആശ്വാസത്തിന്റെ ഒരു മൂമെന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് തുടക്കം മുതലേ ആശ്വാസമാണ്. കാര്യം നമുക്കറിയാം ഇത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത്. എന്ത് പറഞ്ഞവർ നിർത്തും? എങ്ങനെ നിർത്താൻ പറ്റും? ഒരിക്കലും അവിടെ ഇപ്പം ഇവര് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ പറയുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റും? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഇത് ഒരാളോ 2 ഉള്ള സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളതല്ല ആരോപിച്ചിരിക്കുന്നത്. ഒരു പറ്റം ആൾക്കാരുള്ള സ്ഥലത്താണ്. അത്രയും മനുഷ്യരാ അല്ല, ഒരു പറ്റമുള്ള ആളുകളുള്ള സ്ഥലത്തും ആ ഒരു പറ്റമുള്ള ആളുകൾ അറിയാതെ ഒരു സ്ത്രീയോട് ഒരു വ്യക്തിക്ക് അപമര്യാദയായിട്ട് പെരുമാറണമെങ്കിൽ അതൊക്കെ ആവാം. മനസ്സിലായില്ലേ? അതൊക്കെ ഇവിടെ നടക്കുന്ന കാലമാണിപ്പോൾ. അവരുടെ ഒരു പേഴ്സണൽ സ്പേസിൽ അവരൊരു ഡ്രസ്സ് മാറുന്ന റൂമിൽ ഈ ചേട്ടന്മാർ 2 പേരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് അവരോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ മറ്റാളുകൾ അറിയണമെന്നില്ല. ഞാനൊരു ചാൻസ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അങ്ങനെ നടന്നു എന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഇവർ പറഞ്ഞതിന് എനിക്കിപ്പറയുന്ന ആലോചിച്ചപ്പോൾ ഇങ്ങനൊരു സൈഡ് കൂടെ തോന്നി. എല്ലാവരും ഒന്നും അറിയണമെന്നില്ല. ഇവിടെ പല സിനിമാ സെറ്റുകളിൽ പല വൃത്തികേടുകളും നടന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എല്ലാം ഒന്നും കംപ്ലീറ്റ്ലി, ചിലതൊക്കെ ഫ്ലോപ്പ് വുമൺ കാർഡ് കൊണ്ട് ഇറങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ചില കേസുകളിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുള്ളൂ സിനിമാ സെറ്റിലൊക്കെ. ഞാനും പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും അറിയണമെന്നില്ല. ഈ ഒരു വിഷയത്തിലും ഈ ഒരു പോയിന്റ് അവർ പറയുന്നുണ്ടല്ലോ, എല്ലാവരും അറിയില്ലേ, അതൊന്നും അറിയണമെന്നില്ല. ബാക്കി നമുക്ക് കേൾക്കാം. അവിടെ സാക്ഷികളായി നിൽക്കുകയല്ലേ, അവരെ എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിയമം അതിൽ നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ ജയിച്ചിരിക്കും. അത് അന്നും നമുക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് നമ്മളുടെ അഡ്വക്കേറ്റ്. ഓക്കെ, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് അഡ്വക്കേറ്റ്. നല്ല കാര്യം. അത് കൂടാതെ നിയമത്തിൽ എനിക്കത്ര വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ നിയമത്തിൽ പല ആളുകളും പുട്ടുപോലെ പല വൃത്തികേടുകളും കാണിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ ഈ കേസ് കൊണ്ടൊന്നും അല്ല. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഇവർ പറയുന്നത് കംപ്ലീറ്റ്ലി ചിലപ്പോൾ ശരിയായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ ഇപ്പം ഈ പറഞ്ഞല്ലോ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ അറിയത്തില്ലായിരുന്നോ എന്ന്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാവരും ഒന്നും അറിയണമെന്നില്ല. ഒരു സെറ്റിൽ ഒരാൾക്കൊരു വൃത്തികേട് നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും അറിയണമെന്നൊന്നും ഇല്ല. ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞേക്കാം, അവർ ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ എല്ലാവരും അറിഞ്ഞേനെ. പക്ഷെ ഇവർ ചില സ്ത്രീകൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. അവരുടെ ഒരു മാനക്കേട് പേടിച്ചിട്ട് അവർ ചിലപ്പോൾ ചെയ്യണമെന്നില്ല. നമുക്കറിയില്ല ഈ ഒരു വിഷയത്തിൽ എന്താണെന്ന്. കോടതി പറയട്ടെ. കോടതിയിൽ ഇരിക്കുകയാണല്ലോ, അധികം വൈകാതെ തെളിവെന്നാണ് പറയുന്നത്. പക്ഷെ ഇനിയും ഈ ശ്രീകുമാറിന്റെ വൈഫ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്
ബാക്കി കേൾക്കാം നമുക്ക്. ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതെ. പക്ഷെ അന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ച പല കേസുകളിലും ഇപ്പൊ തിരിച്ച് ഞാനതിന്റെ ഫോട്ടോ സഹിതം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ബാലേന്ദ്ര മേനോന്റെ കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അവസാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തിരിച്ചു വരും. ഞാൻ പറയുന്നത് ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കുന്ന ആളാണ്, ഞാൻ കേസ് കൊടുക്കുന്ന ആളാണ്. അത് സത്യമായിരിക്കണം. അല്ലാതെ നമ്മളുടെ ഈഗോ ക്ലാഷുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ഉറപ്പായിട്ടും നിയമപരമായി ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആള് തന്നെയാണ്. കാരണം ഇതൊക്കെ ഒരു ചാൻസ് ആണ്. ഇതിപ്പോൾ ചുമ്മാതെ അവർ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തതാണെങ്കിൽ, അതായത് ഈ ശ്രീകുമാറിനും മറ്റേ വ്യക്തിക്കെതിരെയും ചുമ്മാതെ ഒരു കേസ് കൊടുത്തതാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. കാരണം അതൊക്കെ ഒരു ബാക്കിയുള്ള സമൂഹത്തിനൊരു അതൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ചുമ്മാ കൊണ്ടുവന്ന ആർക്കെങ്കിലും എതിരെ, ഇതിപ്പം കള്ളമാണെങ്കിൽ ചുമ്മാ ഒരു കേസ് കൊടുത്തതാണെങ്കിൽ അതിൻ്റെ പേര് കുറേ പേരെ ക്രൂശിക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കാണുമ്പോഴും ഓക്കെ, ഇങ്ങനെ ഒരുത്തനെതിരെ വെറുതെ അവനെന്തെങ്കിലും ഇപ്പം ഒരു പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ ഒരു പ്രേമം റിജക്റ്റ് ചെയ്തു, ചുമ്മാ ഒരുത്തൻ്റെ പേരിൽ കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അവൻ കുറച്ചു കാലം അനുഭവിക്കും എന്നൊരാൾക്കും തോന്നരുത്. മനസ്സിലായില്ല? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവർ ഈ പറയുന്നത് പോലെ തന്നെ ബാലചന്ദ്ര മേനോന്റെയൊക്കെ കേസ്, ഇതാ ഇപ്പം എന്തായാലും ആ കേസ് കൊടുത്ത ആളെ നമ്മളൊക്കെ അന്ന് എടുത്തു വെച്ച് താങ്ങിയത്. അവരുടെ പല റിയാക്ഷൻ വീഡിയോസ് പല ആളുകൾ ചെയ്തതാ, ഞാനും ഒക്കെ ചെയ്തതാ. കാരണം അവർ പറയുന്നതിനകത്തൊന്നും നമുക്കൊരു ജെനുവിനിറ്റി തോന്നിയിട്ടില്ല. ഇപ്പൊ കോടതിക്ക് മനസ്സിലായി, നല്ല പണി കൊടുത്തു. എന്തായാലും കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അവരെ അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആരും മൈൻഡ് ചെയ്യുന്നില്ല ആ സ്ത്രീയെ. മനസ്സിലായില്ല? ഇനി വേറെന്തെങ്കിലും പൊക്കിയെടുത്തോണ്ട് ഇനി പിന്നെ എപ്പോഴെങ്കിലും വരുമായിരിക്കും. ഇപ്പൊ ആർക്കും വേണ്ട അവരെ. കാരണം അവരുടെ ഒരു കള്ളത്തരം എല്ലാവരും മനസ്സിലാക്കിയതാണ്. അതുപോലെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു വിഷയത്തിലും. ഒരു വുമൺ കാർഡ് അത് എപ്പോഴും അത് ചില ആളുകൾക്കുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും വേറെ കുറെ സ്ത്രീകൾ കാരണം തന്നെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതെയാവും ഇവിടെ. മനസ്സിലായില്ല? നിയമപരമായിട്ട് ചില ആളുകൾ ഇങ്ങനെ കള്ളക്കേസും കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങോട്ട് പ്രൂവ് ആയി കഴിയുമ്പോൾ, ഇതിപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഈ ഒരു ലേഡി ഇവർക്കെതിരെ കൊടുത്തിരിക്കുന്ന ഒരു കള്ളക്കേസ് ആണെങ്കിൽ അത് പ്രൂവ് ആയി അത് കള്ളക്കേസാണെന്ന് തെളിയുകയാണെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഇപ്പം ഹേമ കമ്മിറ്റിയുടെ വന്നപ്പോഴത്തേക്ക് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിലും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാൾ ജെനുവിൻ കേസ് കൊണ്ട് വരുമ്പോൾ പോലും അപ്പം പ്രശ്നമായിരിക്കും. കോടതി ഒന്ന് സംശയിക്കും. അതിന് കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതാണ്. എന്താണെങ്കിലും ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. ഈ കേസ് വന്നതിന് ശേഷം പലതരത്തിലും പല രീതിയിലും കോംപ്രമൈസ് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉറപ്പായിട്ടും അവർ നേരിട്ട് അല്ലെങ്കിൽ പോലും പല രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം എന്താണെന്നറിയുമോ, ഞാൻ അതിനോട് ചേർത്ത് ഞാൻ പറയണെന്താ വെച്ചാല്, ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു വട്ടം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കേസ് കൊടുക്കുന്നു, അത് കൊള്ളാം, മീഡിയകൾ ആഘോഷിക്കുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോ സെന്റിമെന്റൽ അപ്രോച്ച് കിട്ടുന്നു, ധീരയായ വനിത എന്ന് പറയുന്നു, ഭയങ്കര വലിയ അമ്മ എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോ ഇത് കൊള്ളാല. അപ്പൊ കുറച്ച് കഴിയുമ്പോ ഒന്ന് ഡൗൺ ആയി എന്ന് തോന്നുന്ന സമയത്ത് എന്നാ അടുത്തതൊന്ന് എടുത്തിട്ടേക്കാം, അടുത്തതും എടുത്തിടുന്നു. പക്ഷെ അത് തെറ്റിപ്പോയി, എടുത്തിട്ട സ്ഥലം തെറ്റിപ്പോയി. വേറെ ആർക്കെതിരെ ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു. ശ്രീകുമാറിനെതിരെ ഇട്ടാൽ ശ്രീകുമാർ ഒറ്റയ്ക്കല്ല, കട്ടക്ക് നിൽക്കാൻ ഞാനുണ്ട് എന്നുള്ളത് അവർ ഓർത്തില്ല. അവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിപ്പോയത്. ഞാൻ പറയുന്ന വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ അവരെന്താണ് വിചാരിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി എനിക്കറിയാം. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ അപ്പോ ഇവർക്കെതിരെ കേസ് കൊടുത്ത ശ്രീകുമാറിനും മറ്റേ ബാൽചേട്ടനും കൊടുത്ത കേസ്, അതെന്തിനാണ് അവർ കേസ് കൊടുത്തതെന്നൊക്കെ ചേച്ചിക്ക് അറിയാമെന്നാണ് ചേച്ചി പറയുന്നത്. ചിലപ്പോൾ അറിയാമായിരിക്കാം, ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ അറിയാമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ ഇവർ പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, കോംപ്രമൈസ് ചെയ്യാനൊക്കെ മറ്റേ കേസ് കൊടുത്ത ചേച്ചി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട്, വേറെ ആളുകൾ വഴി അത് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഒന്നുമില്ലാതെ ഇവർ ചിലപ്പോൾ അത് പറയത്തില്ലായിരിക്കും, കാണുമായിരിക്കാം. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, ഒരാവേശത്തിന്റെ പുറത്ത് ചാടിക്കേറി ചാടിക്കേറി ഒരു കേസ് അങ്ങോട്ട് കൊടുക്കും, അവന്മാരെ പൂട്ടണം എന്നുള്ളൊരു രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും തിങ്ക് ചെയ്തിട്ടായിരിക്കും ഒരു കേസ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ പുറകെ കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് കറങ്ങി തിരിഞ്ഞ് എനിക്ക് തന്നെ പണിയാവുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ലാസ്റ്റ് കോംപ്രമൈസിന് ചെല്ലുന്നവർ കാണും. അതായത് കേസ് കൊടുത്തത് ആരാണോ അവർ തന്നെ ലാസ്റ്റ് മടുത്ത് ഇത് കറങ്ങി എനിക്ക് പണി വരും, ഇത് തെളിയുമ്പോൾ ഞാൻ പെടും എന്നുള്ളൊരു സാധനം കിടക്കുമ്പോഴത്തേക്ക് അവർ കോംപ്രമൈസിന് ശ്രമിക്കും. ഇതിന്റെ ഇടയ്ക്ക് അറിയാവുന്നവരെയൊക്കെ പേഴ്സണലി വിളിച്ച് കോൺടാക്ട് ചെയ്ത് കോംപ്രമൈസിന് ശ്രമിക്കും. അതായിരിക്കാം ചിലപ്പോൾ ആ ലേഡി
ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇവരുടെ അടുക്ക നടക്കത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവർ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ ശ്രീകുമാറിന്റെ കേസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടെന്ന് അറിയോ, ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് ശ്രീകുമാറിനെ ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടല്ലോ, ഈ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടത്രയും എനിക്കിതിനകത്തുനിന്ന് മനസ്സിലായത് ശ്രീകുമാറിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പുള്ളിയുടെ വൈഫാണ്. കാരണം ഒരു സ്ട്രോങ് വുമൺ, ഒരു സ്ട്രോങ് വൈഫാണ് പുള്ളിക്കുള്ളത്. പുള്ളിക്ക് എന്ത് സംഭവിച്ചാലും പുള്ളിയുടെ കൂടെ നിൽക്കും എന്ന് അത്ര ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു സ്ത്രീയാണ്. സോ അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമൊന്നുമല്ല, അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? നിങ്ങൾ തന്നെ പറ, കമന്റ് ബോക്സിൽ പറ, ചെറിയൊരു കാര്യമാണോ അതൊക്കെ? അല്ല. സോ ആ ഒരു കാര്യത്തിൽ പുള്ളി ഭയങ്കര ഭാഗ്യവാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവർ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ മറ്റേ കേസ് കൊടുത്ത ലേഡി ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതൊക്കെ ശിക്ഷിക്കപ്പെടുമോ? നിങ്ങൾ പറ, താഴെ കമന്റ് ബോക്സിൽ പറ, ബാക്കി കണ്ടോണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. എനിക്ക് അത്യാവശ്യം നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ്. ഒരാളോടും അങ്ങനെ ഒരു വഴക്കിനോ കാര്യത്തിനോ പോകുന്ന ആളല്ല. ഇപ്പം നിങ്ങളുടെ ചാനലായിരുന്നു നമ്മുടെ ജനറൽ ബോഡിയുടെ പാർട്ട്ണർ, അതായത് മാ അസോസിയേഷൻ. അവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ സംസാരിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അവിടെ. തീർച്ചയായിട്ടും എല്ലാവരും കാര്യം ഞാൻ അങ്ങനെയാണ് ഇടപെടാറ്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയുള്ളവരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് കുടുംബം തകർക്കുക, 2 ഫീൽഡ് ഔട്ട് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല എന്ന രീതിയിൽ ചേച്ചിയോട് ഞാൻ ചോദിച്ചോട്ടെ, വുമൺ കാർഡ് ഇറക്കുക എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പം സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുള്ളത് കൊണ്ട് പലരുടെയും മനഃപൂർവ്വമായിട്ട് അങ്ങനെ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇപ്പം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മളത് പഠിച്ചല്ലോ. പുറത്ത് നാളെ ഒരു സമയത്ത് ഒരു സ്ത്രീക്ക് ജെന്യൂൻ ആയിട്ട് ഒരു കംപ്ലൈന്റ് പോലും കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് അല്ല, ജെന്യൂൻ ആയിട്ടുള്ള ഇപ്പം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും വളരെ എന്താ പറയുക, നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിയമവ്യവസ്ഥയും നിയമപാലകരും നമുക്കുണ്ട്. ഇത് അവർക്ക് ലോഡ് കൂടുതലാക്കുകയാണ്. അതായത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെ അവർക്ക് സമയം തികയാത്ത അവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ട്? ഇങ്ങനത്തെ ഈ കേസുകൾ. പക്ഷെ ഈ കേസുകൾ വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചേച്ചി പറഞ്ഞത് അവസാനം. അതായത് ഇവിടുത്തെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ പോലീസുകാരെല്ലാവരും മറ്റേ ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ്, അല്ലെങ്കിൽ എല്ലാവരും മറ്റേ കംപ്ലീറ്റ് ഊർജ്ജത്തോടെ അവരുടെ ആ ഒരു ജോലി ചെയ്യുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർക്ക് പോലും പണിയായി മാറുന്നത് ഇങ്ങനെയുള്ള ചില കേസുകളാണ്, കള്ളക്കേസുകളാണ്. ഒന്നാമത് ഇഷ്ടംപോലെ കേസുകളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ, ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. പോലീസുകാർ ഇഷ്ടംപോലെ കൊലപാതകം, അത് ഇത് മറ്റേത്, ഇതെല്ലാം ഇവിടെ കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നും കൊണ്ട് ഓരോരുത്തർ ചെല്ലുന്നത്. ഇതിൻ്റെയും പുറകെ പോകും. ലാസ്റ്റ് അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഇത് കള്ളത്തരമാണെന്ന് അറിയും, അവർക്ക് മടുക്കും. അപ്പോഴത്തേക്കായിരിക്കും അടുത്ത വേറെ എന്തെങ്കിലും വലിയൊരു കേസ് വരുന്നത്, അവർ അതിൻ്റെ പുറകെ പോകും. വീണ്ടും ഇതേപോലത്തെ ഒരു കേസ് കൊണ്ട് ഒരാൾ ചെല്ലും, അവർക്ക് പ്രോബബ്ലി മടുക്കും. കാരണം ഇതിൻ്റെ അടുത്ത ഓൾറെഡി ഒരെണ്ണം അന്വേഷിച്ച് കഴിഞ്ഞു, അതിങ്ങനെ ഇനി അടുത്ത വരുവാണെങ്കിലും അതും ഇതുപോലെയൊക്കെ ആയിരിക്കും എന്ന് അവർ ചിന്തിക്കും. അവരെന്നല്ല ആരാണെങ്കിലും ചിന്തിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മടുക്കും, അവർക്ക് തലവേദനയാണ് സത്യം പറഞ്ഞാൽ. മാന്യമായിട്ട് നേരെ ചൊവ്വേ ആർക്കെങ്കിലും ഒക്കെ ഇവിടെ നീതി കിട്ടേണ്ട കേസുകളുണ്ടെങ്കിൽ അത് കിട്ടത്തില്ല, ഇങ്ങനെയുള്ള കള്ള കേസുകൾ കാരണം, ഇങ്ങനെയുള്ള വുമൺ കാർഡുകൾ കാരണം. ഈ ഒരു വിഷയത്തിലും എനിക്കതാണ് മനസ്സിലാവുന്നത്. കുറേയൊക്കെ ഒരു 80-85% അവരുടെ കയ്യിൽ നിന്ന് അവരൊരു വുമൺ കാർഡ് ഇട്ട് കളിച്ചതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരു സ്ത്രീയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അങ്ങോട്ട് അടച്ചാക്ഷേപിച്ച് മാറ്റി നിർക്കാൻ എനിക്കത് ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം നമുക്ക് ഫീൽ ചെയ്യണം. ഇതിപ്പോൾ അവരാരും ആ ഒരു ലേഡി ഇതിനായിട്ട് നമ്മളോട് വന്നിട്ട് അങ്ങനെ ഓപ്പണായിട്ട് കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഒരു കള്ളത്തരം ഫീൽ ചെയ്യാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, കംപ്ലീറ്റ്ലി ഞാൻ അവരെ അടിച്ചാക്ഷേപിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തും, ഇവർ കള്ളി എന്ന് പറഞ്ഞ് തള്ളാം. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു 15 ഒരു എന്താണ് പ്രതിയുടെ സൈഡ്, അല്ലെങ്കിൽ പ്രതി ആ ഒരു വാക്ക് യൂസ് ചെയ്യുന്നില്ല, മീൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ബാലു ചേട്ടനാണെങ്കിലും ഇതിന് മുമ്പ് ഇന്റർവ്യൂവിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു, പുള്ളിയുടെ സൈഡ് കേട്ടു. ഈ ഒരു വ്യക്തിയും വൈഫും ഇതിന് മുമ്പും സംസാരിക്കുന്നത് കേട്ടു. ഇതാ ഇപ്പോഴും കുറച്ച് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് നമുക്ക് തരുന്നു, ഒരു ക്ലിയർ പിക്ചർ തരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇവരുടെ സൈഡ് നിൽക്കും. ഇനിയിപ്പം മറ്റേ ആ ഒരു ലേഡി വന്നിട്ട് അവരുടെ സൈഡ് പറയുമ്പോൾ അതിനകത്തും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ, അവർ പറയുന്നതിനകത്ത് ഒരു കഴമ്പുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. നേരെ മറിച്ച് അവർ പറയുമ്പോഴത്തേക്ക് കള്ളത്തരം ഫീൽ ചെയ്താൽ, ഇത്രയും നാളായിട്ട് എന്താണ് ആ സ്ത്രീ വരാത്തതൊക്കെ, ചിലപ്പോൾ അത് കേസ് കിടക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇത്രയൊക്കെ ബാക്കിയുള്ള ഇപ്പറേ നിൽക്കുന്നവരൊക്കെ വന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവർക്കും ചെറുതായിട്ട് കൊടുത്ത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ അവർ പറയുന്നത് കേൾക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെങ്കിലും ഇങ്ങനെയുള്ള വുമൺ കാർഡുകൾ, ഇവർ ഈ പറഞ്ഞ പോലെ വുമൺ കാർഡിന്റെ ബലത്തിലാണ് ഈ കളിക്കുന്നതെങ്കിൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ലാതാവണം. ഇല്ലാതായെങ്കിൽ മാത്രമേ സാധാരണക്കാരന് ഇവിടെ നീതി ഒക്കെ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കാര്യം ഇവിടെ കട്ടയും പടവും മടങ്ങുന്ന അവസ്ഥയായിരിക്കും.
ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.